നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇപ്പോൾ ഈ മരത്തിന്റെ ശിഖരം ഒടിച്ച് അതിൽ നിന്നും വരുന്ന കറ നമ്മളുടെ കണ്ണിലൊഴിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് എത്ര ഷാർപ്പായി മാറുമെന്നാൽ ആ സിംഹവും ചെന്നായയും എത്ര ദൂരെ നിന്ന് വന്നാലും നമുക്ക് കാണാൻ പറ്റും. ഒരു കാട്ടിൽ ഷേരു എന്നൊരു സിംഹം ഉണ്ടായിരുന്നു. തനിക്ക് വേട്ട കിട്ടാനായി ഷേരു ഒരു ചെന്നായയെ ജോലിക്കാരിയായി വച്ചിരുന്നു. അത് മറ്റു മൃഗങ്ങളെ എപ്പോഴും നിരീക്ഷിക്കും. ഏതെങ്കിലും ഒരു മൃഗത്തെ തനിച്ചു കണ്ടാൽ അത് സിംഹത്തിനോട് ചെന്ന് പറയും. അപ്പോൾ ആ സിംഹവും തക്കം നോക്കി ആ മൃഗത്തെ വേട്ടയാടും. സിംഹം തിന്നതിനു ശേഷം ബാക്കി വരുന്നത് ആ ചെന്നായയ്ക്കും കൊടുക്കും. ഒരു ദിവസം ആന, കുരങ്ങ്, കരടി, മാൻ എല്ലാവരും കൂട്ടം കൂടി ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചു. കുരങ്ങ് മരത്തിനു മുകളിലിരുന്ന് ചെന്നായെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. എപ്പോൾ മുതൽ ആ ചെന്നായ സിംഹത്തിന്റെ കൂടെയായോ? അപ്പോൾ മുതൽ ജീവിക്കാൻ തന്നെ പാടായി. ആ ചെന്നായ പതിയെ വരും. തനിച്ച് ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അത് നേരെ പോയി ആ സിംഹത്തിനോടും പറയും. ഇങ്ങനെ തന്നെ മുൻപോട്ട് പോയാൽ പതിയെ ഓരോരുത്തരെയുമായി ആ സിംഹം എല്ലാവരെയും കൊല്ലും. ഇതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യണമെന്നാൽ അവരെ രണ്ടുപേരെയും നമ്മൾ എങ്ങനെയെങ്കിലും വേർപിരിക്കണം. എനിക്ക് ഒരു ഐഡിയ പോലും തോന്നുന്നില്ല. ഒരുപക്ഷെ മോട്ടു മാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഉറപ്പായും ഒരു ഐഡിയ പറയുമായിരുന്നു. നീ പറഞ്ഞത് ശരിയാ. ഒരുപക്ഷെ ഈ കാട്ടിൽ ഈ മരമില്ലായിരുന്നെങ്കിൽ മോട്ടു നമ്മുടെ കൂടെ തന്നെ കാണുമായിരുന്നു. കരടി അടുത്തുള്ള മരത്തിനു നേരെ കൈ കാണിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ മരമില്ലായിരുന്നെങ്കിൽ മോട്ടു ജീവനോടെ ഉണ്ടായിരിക്കുമെന്ന് നീ പറഞ്ഞില്ലേ? നീ എന്താ പറഞ്ഞു വരുന്നത്? മോട്ടു ഈ സ്ഥലത്തിലേക്ക് വരികയായിരുന്നു. അന്ന് നല്ല വെയിലുമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഈ മരത്തിന് താഴെ ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ മരത്തിൽ നിന്നും എന്തോ ഒരു കറ താഴെ വീണു. അത് അവന്റെ കണ്ണിലും വീണു. ഇത് കേട്ടതും എല്ലാ മൃഗങ്ങളും ആ മരത്തിന്റെ ചില്ലയിലേക്ക് നോക്കി. അപ്പോൾ ആന പറഞ്ഞു, അയ്യോ, അതെ, ആ മരത്തിൽ നിന്നും എന്തോ കറ വീഴുന്നുണ്ടല്ലോ. അത് കാണാൻ വെറും കറ പോലെയാ, എന്നാൽ അത് വളരെ ആപത്തേറിയതാ. എപ്പോൾ ആ കറ വീണോ കുറച്ചു നേരത്തിനുള്ളിൽ മോട്ടു അന്ധനായി മാറി. അതിനുശേഷം അവന്റെ കണ്ണ് അവന് ഒട്ടും തന്നെ കാണാതെയായി. അന്ധനായി കഴിഞ്ഞ് അവൻ അവിടെയും ഇവിടെയുമായി കുറെ നാൾ കറങ്ങി നടന്നു. അതിനുശേഷം അവൻ എവിടെ പോയെന്ന് ആർക്കും തന്നെ അറിയില്ല. ഇത് കേട്ടതും എല്ലാവർക്കും സഹതാപം തോന്നി. ആനയപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു, കൂട്ടുകാരെ, സിംഹത്തിനെയും ചെന്നായെയും വേർതിരിക്കാൻ എന്റെ കയ്യിലൊരു പദ്ധതിയുണ്ട്. അങ്ങനെ ആനയപ്പോൾ തന്റെ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. ഇത് കേട്ടതും എല്ലാവരും സന്തോഷത്തിലായി. ചെന്നായ സിംഹത്തിനോട് മൃഗങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് മാത്രം പറയാതെ മൃഗങ്ങൾ തമ്മിൽ എന്താണ് സംസാരിക്കുന്നു എന്നുള്ളതും സിംഹത്തിനോട് പറയുമെന്നുള്ളതും അവർക്കറിയാം. വൈകുന്നേരം എല്ലാ മൃഗങ്ങളും ആ മരത്തിനു താഴെ മനഃപൂർവ്വം കൂട്ടം കൂടി. ചെന്നായെ അവിടെ വരുത്താൻ വേണ്ടി ആനയും കരടിയും മാനും എല്ലാവരും മനഃപൂർവ്വം ശബ്ദത്തിൽ സംസാരിച്ചു. കുരങ്ങ് നിശബ്ദമായി മരത്തിനു മുകളിൽ കാവൽ നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ചെന്നായ അതുവഴി വരുന്നത് കുരങ്ങൻ കണ്ടു. കൂട്ടുകാരെ, ആ ചെന്നായ നമ്മുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പദ്ധതി അനുസരിച്ചുള്ള എല്ലാ ജോലികളും തുടങ്ങൂ. കുരങ്ങൻ പറഞ്ഞത് കേട്ടപ്പോൾ അവർ വീണ്ടും ശബ്ദത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഈ ചിരി കേട്ടതും ചെന്നായ വേഗത്തിൽ നടന്നു വരാൻ തുടങ്ങി. അങ്ങനെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് അവർ പറയുന്നത് കേട്ടുകൊണ്ടേയിരുന്നു. കൂട്ടുകാരെ, ഇനി ആ സിംഹത്തിന്റെ അടുത്തും ചെന്നായുടെ അടുത്തും നമ്മൾ അകപ്പെടുകയേയില്ല. കാരണം നമ്മുടെ കയ്യിൽ മാന്ത്രിക മരത്തിന്റെ ചില ശിഖരങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇപ്പോൾ ഈ മരത്തിന്റെ ശിഖരം ഒടിച്ച് അതിൽ നിന്നും വരുന്ന കറ നമ്മളുടെ കണ്ണിലൊഴിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് എത്ര ഷാർപ്പായി മാറുമെന്നാൽ ആ സിംഹവും ചെന്നായയും എത്ര ദൂരെ നിന്ന് വന്നാലും നമുക്ക് കാണാൻ പറ്റും. ഇത് കേട്ടതും ചെന്നായ സന്തോഷത്തോടെ പറഞ്ഞു, ഇവരുടെ ഈ പദ്ധതി ഇവരെ ഒരിക്കലും രക്ഷിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് ചെന്നായ അവിടെ നിന്നും ഓടി. അത് നേരെ സിംഹത്തിന്റെ അടുത്തേക്ക് പോയി. ചെന്നായ പോയതും കുരങ്ങൻ മരത്തിലിരുന്ന് പറഞ്ഞു, കൂട്ടുകാരെ, നമ്മളുടെ പ്ലാൻ ഇപ്പോൾ സക്സസ് ആകാൻ പോകുന്നു. ആ ചെന്നായ സിംഹത്തിനോട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ പോകുന്നു.
ഇത് കേട്ടപ്പോൾ മൃഗങ്ങളെല്ലാം സന്തോഷിച്ചു. എന്നിട്ട് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ കയറി ഒളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെന്നായ സിംഹത്തിന്റെ കൂടെ വന്നു. ആന അവരെ കണ്ടപ്പോൾ നിശബ്ദമായി നിന്നു. എന്നോട് പറ, നിങ്ങൾ എല്ലാവരും ഏത് മരത്തിന്റെ കറയെക്കുറിച്ചാണ് പറയുന്നത്? ആ കറ ഒഴിച്ചാൽ ദൂരെയുള്ള വസ്തുക്കളും നമുക്ക് കാണാൻ പറ്റുമല്ലേ? മരത്തിന്റെ ശിഖരങ്ങളും കറയുമോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നീ ഒരുപാട് ബുദ്ധിശാലിയാണെന്ന് വിചാരിക്കണ്ട. നീ മരത്തിനെ കുറിച്ച് പറയുന്നതെല്ലാം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ഇത് കേട്ട് ആന ഇങ്ങനെ പറഞ്ഞു. നിങ്ങളത് കേട്ടോ? ശരി, ഞാൻ പറയാം. ഇതാ ഈ കാണുന്ന മരമില്ലേ, ഈ മരത്തിൽ നിന്നും ഒരു കറ വരും. ആ കറ കണ്ണിലൊഴിച്ചാൽ നമ്മുടെ കാഴ്ചശക്തി കൊണ്ട് ദൂരെയുള്ളത് വരെ കാണാം. ഇപ്പോൾ വരെ ആ കറ ആരൊക്കെ കണ്ണിലൊഴിച്ചോ അവരെല്ലാവരും താങ്കൾ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ ഓടും. എന്നാൽ ഞാൻ മാത്രം അത് ഒഴിച്ചില്ല. ഇനി മുതൽ നിങ്ങളുടെ ഈ ശ്രമം ഫലിക്കുകയില്ല. ഞാനും ഇതിന്റെ കറ എന്റെ കണ്ണിൽ ഒഴിക്കാൻ പോവുകയാ. എന്നാൽ സിംഹമേ, താങ്കൾക്ക് എങ്ങനെ താങ്കളുടെ കണ്ണിൽ അത് ഒഴിക്കാൻ പറ്റും? ശിഖരം വളരെ പൊക്കത്തിലാ. അത്രയും പൊക്കത്തിൽ താങ്കൾ എങ്ങനെ പോകും? ഞാൻ ഈ കാടിന്റെ രാജാവാണ്, മനസ്സിലായോ? അപ്പോൾ സിംഹം മരത്തിന് മുകളിലിരുന്ന കുരങ്ങനെ നോക്കി പറഞ്ഞു. കുരങ്ങേ, നീ ഇരിക്കുന്ന മരത്തിന്റെ ഒരു ശിഖരം ഒടിച്ച് താഴേക്ക് ഇട്. ഇത് കേട്ട് കുരങ്ങൻ തലയാട്ടി. അതൊരു ശിഖരം പൊട്ടിച്ച് താഴേക്കും എറിഞ്ഞു. ആനേ, ഇപ്പോൾ ഈ കറ എങ്ങനെ ഒഴിക്കണമോ അതെന്റെ കണ്ണിലേക്ക് ഒഴിക്ക്. ശരി, 2 കണ്ണുകളും തുറക്കൂ. ഞാൻ ഈ ശിഖരം നന്നായി പിഴിഞ്ഞ് അതിലുള്ള കറ ഒഴിക്കാം. ഇത് കേട്ട് സിംഹം പറഞ്ഞു. വേഗം ചെയ്യ്. സിംഹം പറയുന്നത് കേട്ട് ആന കുരങ്ങനെ നോക്കി ചിരിച്ചു. എന്നിട്ട് താഴെ കിടക്കുന്ന ആ ശിഖരം തന്റെ തുമ്പിക്കൈ കൊണ്ട് പൊക്കി. അതിൽ ഒരുപാട് ഇലകൾ ഉണ്ടായിരുന്നു. ആന ആ ഇലകളെ തന്റെ തുമ്പിക്കൈ കൊണ്ട് സിംഹത്തിന്റെ മുകളിൽ വെച്ച് എങ്ങനെ പിഴിഞ്ഞെന്നാൽ ഒരു വലിയ തുള്ളി ആ സിംഹത്തിന്റെ കണ്ണിൽ പോയി വീണു. എന്നിട്ട് ഒട്ടും വൈകിക്കാതെ സിംഹത്തിന്റെ മറ്റൊരു കണ്ണിലും ഒരു വലിയ തുള്ളി ഇട്ടു. മഹാരാജാവേ, താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു? നല്ല രസമുണ്ട്, നല്ല തണുപ്പ്. സിംഹം കുറച്ചുനേരം കണ്ണുകൾ തുറന്നില്ല. സിംഹം ആ തണുപ്പ് രസിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിന്റെ കണ്ണുകൾ നീറാനും തുടങ്ങി. പിന്നെ വേദന കൊണ്ടത് നിലവിളിക്കാനും തുടങ്ങി. എന്താ ഇത്? കണ്ണ് നീറുന്നു. പിന്നെ എനിക്ക് കണ്ണും കാണാൻ പറ്റുന്നില്ല. നീറുന്നേ, നീറുന്നേ. അപ്പോൾ ഒളിച്ചിരുന്ന എല്ലാ മൃഗങ്ങളും വെളിയിലേക്കും വന്നു. സിംഹം കണ്ണു തുറന്നു. എന്നാൽ ഇപ്പോൾ അത് അന്ധനായി മാറി. സിംഹം അവിടെയും ഇവിടെയും മുട്ടി മറിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. പിന്നെ എഴുന്നേറ്റ് അലറാനും തുടങ്ങി. ഇത് കണ്ടപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. ഇതൊക്കെ എന്താ? അദ്ദേഹത്തിന് എന്താ കണ്ണു കാണാത്തത്? ഇതെല്ലാം ഞങ്ങളുടെ പദ്ധതിയായിരുന്നു, നിങ്ങൾ 2 പേരുടെയും കയ്യിൽ നിന്നും മോചനം കിട്ടാൻ. ഇനി സിംഹത്തിന് കാണാൻ പറ്റില്ല, അതുപോലെ നിനക്കിനി ഒരു ജോലിയും കാണില്ല. ഇങ്ങനെ പറഞ്ഞ് ആന തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ ചെന്നായുടെ കഴുത്തിൽ പിടിച്ചു. അപ്പോൾ കുരങ്ങൻ ചെന്നായുടെ കണ്ണിലും ആ ഇലകളുടെ കറ പിഴിഞ്ഞൊഴിച്ചു. ഇപ്പോൾ സിംഹവും ചെന്നായും അന്ധനായി. അങ്ങനെ എല്ലാ മൃഗങ്ങളും അവരെ അവരുടെ വഴിക്ക് വിട്ടു. അപ്പോൾ ആന പറഞ്ഞു, കൂട്ടുകാരെ, ബുദ്ധിയാണോ വലുത് അതോ സിംഹമോ? ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും ശബ്ദത്തിൽ ചിരിച്ചു. അങ്ങനെ സന്തോഷത്തിൽ ആഘോഷിച്ചു. പുതിയതായിട്ട് നല്ല മുട്ടകൾ. അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ അതൊരു മുട്ടയെടുത്ത് വിഴുങ്ങി. ഇന്ന് ഒരു പിടി അങ്ങ് പിടിച്ചേക്കാം. അങ്ങനെ പറഞ്ഞത് 2ാമത്തെ മുട്ടയും സന്തോഷത്തോടെ വിഴുങ്ങി. ഞാൻ ഇത്രയും രുചിയുള്ള മുട്ട കഴിച്ചിട്ടേയില്ല. ഇനി സമാധാനത്തോടെ പൊറ്റിൽ പോയി കിടന്നുറങ്ങാം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാളെ എന്റെ കഥ തീരും. സഞ്ജീവനം ഒരു ഭംഗിയുള്ള കാട്. അവിടെ പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ, ചെടികൾ, മലകൾ, പിന്നെ ഒരു നദിയും ഉണ്ടായിരുന്നു. ആ നദിയിൽ ചില താറാവുകൾ പോയിക്കൊണ്ടിരുന്നു. പിന്നെ എല്ലാ മൃഗങ്ങളും അവിടെ വെള്ളം കുടിക്കാനായി വന്നുകൊണ്ടിരുന്നു. ആ താറാവിന്റെ കൂട്ടത്തിൽ ഡക്ക് പിന്നെ ഡ്രേക്ക് എന്ന ജോഡി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഡ്രേക്ക് ആ നദിക്കരയിൽ 2 മുട്ട ഇട്ടിരുന്നു. ഡക്ക് പിന്നെ ഡ്രേക്ക്
അവർ രണ്ടു മുട്ടയും കണ്ട് സന്തോഷിച്ചു. അത് വളരെ നന്നായി നോക്കി. ആ നദിക്ക് കുറച്ച് അപ്പുറത്ത് ഒരു പാമ്പ് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ നിന്നാണ് മൃഗങ്ങളെ നോക്കുക. എപ്പോ പാമ്പിന്റെ കണ്ണ് കൂട്ടിലുണ്ടായിരുന്ന ആ മുട്ടകളിലേക്ക് പോയോ, അത് സന്തോഷിച്ചു. ഓഹോ, എന്തോരം വലിയ വലിയ മുട്ടകൾ! ഇത് തിന്നാൻ ഒരവസരം കിട്ടിയാൽ വളരെ നന്നായേനെ. ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ. വൈകുന്നേര സമയം ആ നദിക്കടുത്ത് ഒരു കഴുകു വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോ അവിടെ ഒരു താറാവ് കൂട്ടം വന്നു. ഡാർക്ക് ഡ്രേക്ക്, ഇത് നിങ്ങളുടെ മുട്ടയാണോ? ആ, ഈ മുട്ട ഞാൻ രാവിലെ വെച്ചതാ. ഓ, ഇതുകൊണ്ടാണോ നിങ്ങൾ രണ്ടുപേരും ഇന്ന് കുളത്തിന്റെ അടുത്തേക്ക് വരാത്തത്? അതെ, ഇന്ന് നാൾ മുഴുവൻ ഞങ്ങൾ ഇവരെ നോക്കിക്കൊണ്ടേയിരുന്നു. അയ്യോ, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലേ? ഇപ്പോഴും കഴിക്കാൻ തോന്നുന്നില്ലേ? ഇല്ല, ഇപ്പൊ എനിക്ക് വിശപ്പ് സഹിക്കാനേ വയ്യ. പക്ഷേ ഈ മുട്ടകൾ വിട്ട് എങ്ങനെ പോകും? ഏയ്, നീ വിഷമിക്കണ്ട. മുട്ടയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഭക്ഷണം കിട്ടിയാൽ അത് കഴിച്ചിട്ട് നമുക്ക് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് മുട്ട നോക്കാം. ഇങ്ങനെ പറഞ്ഞവർ മുട്ടകൾ അവിടെ വെച്ച് കൂട്ടത്തോടെ ഭക്ഷണം കഴിക്കാനായി പോയി. പാമ്പ് ഒളിഞ്ഞിരുന്ന് അവർ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അത് ഈ സമയത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്, അവരെപ്പോ ഇവിടുന്ന് പോകുമെന്ന്. അവരവിടെ നിന്ന് ദൂരെ ചെന്നതും പാമ്പ് വളരെ സന്തോഷിച്ചു. മുഖത്ത് ചിരി, കണ്ണിൽ അത്യാഗ്രഹം. അത് മുട്ടയ്ക്കടുത്തേക്ക് ചെന്നു. ആഹാ, പുതിയതായിട്ട് നല്ല മുട്ടകൾ! അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ അതൊരു മുട്ടയെടുത്ത് വിഴുങ്ങി. ആഹാഹാഹാഹാ, ഇന്ന് ഒരു പിടി അങ്ങ് പിടിച്ചേക്കാം. അങ്ങനെ പറഞ്ഞത് രണ്ടാമത്തെ മുട്ടയും സന്തോഷത്തോടെ വിഴുങ്ങി. ആ, ഞാൻ ഇത്രയും രുചിയുള്ള മുട്ട കഴിച്ചിട്ടേയില്ല. ആ, ഇനി സമാധാനത്തോടെ പൊറ്റിൽ പോയി കിടന്നുറങ്ങാം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാളെ എന്റെ കഥ തീരും. അങ്ങനെ പറഞ്ഞത് മാടത്തിലേക്ക് ഇഴഞ്ഞു. അത് കഴിഞ്ഞ് മാടത്തിൽ ചെന്ന് ഉറങ്ങി. ഡക്ക് ഡ്രേക്ക് രണ്ടുപേരും ആ കൂട്ടം വിട്ട് അവരുടെ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ അവരുടെ കൂടെ കാലിയായത് കണ്ട് വിഷമിച്ചു. അയ്യോ, നമ്മുടെ മുട്ട എവിടെ പോയി? നമ്മൾ വെച്ച മുട്ട നമ്മുടെ കൂട്ടമല്ലാതെ വേറെ ആരും കണ്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ആരും എടുത്തുകൊണ്ടുപോയത്? അത് കേട്ട് ഡക്ക് ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞു. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നോക്ക്. അങ്ങനെ പറഞ്ഞ ഡക്ക് ഡ്രിക്കിന് ഒരു ഐഡിയ കൊടുത്തു. അടുത്ത ദിവസം രാവിലെ ഡ്രിക്ക് വീണ്ടും അത് 2 മുട്ട വെച്ചു. രണ്ടുപേരും അത് നോക്കിക്കൊണ്ടേയിരുന്നു. വൈകുന്നേരമാകുന്നതിന് മുന്നേ ഡക്ക് പറഞ്ഞു, ഡ്രേക്ക്, എനിക്ക് നന്നായി വിശക്കുന്നു. പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, വാ. പക്ഷേ മുട്ട വിട്ട് നമ്മൾ എങ്ങനെ പോകും? ഇന്നലെ സംഭവിച്ച പോലെ ഇന്ന് സംഭവിച്ച എന്തു ചെയ്യും? എന്റെ അടുത്തൊരു വഴിയുണ്ട്. അങ്ങനെ പറഞ്ഞ് ഡക്ക് ചില പുല്ലുകൾ എടുത്തുകൊണ്ടുവന്നു. ആ പുല്ലെല്ലാം ഇട്ടുകൊണ്ട് ആ മുട്ടയെ മൂടി വെച്ചു. ഇപ്പോൾ ഈ മുട്ട ആർക്കും കാണാൻ സാധിക്കില്ല. നമുക്കത് ഇവിടെ വിട്ടിട്ട് നന്നായി കഴിച്ചിട്ട് വരാം. അത് കണ്ട് ഡ്രിക്കും സന്തോഷിച്ചു. അത് കഴിഞ്ഞ് രണ്ടുപേരും വിഷമിക്കാതെ അവിടുന്ന് ചെന്നു. ഇവന്മാർ മണ്ടന്മാർ തന്നെ. ഇങ്ങനെ അടച്ചു വെച്ചാൽ ഞാനെന്താ അറിയാതെ ഇരിക്കുമോ? ഇന്ന് വൈകുന്നേരമാകുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞത് വേഗം മാടത്തിൽ നിന്ന് പുറത്തു വന്നു. ആ കൂട് നോക്കി പോയി. ഡക്ക് പിന്നെ ഡ്രിക്ക് രണ്ടുപേരും ആ നദിക്കടുത്തുള്ള മരത്തിന്റെ പുറകെ നിന്ന് അത് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവിടെ വന്ന പാമ്പിനെ നോക്കി അവർ വളരെ പേടിച്ചു. അവർ അടുത്ത് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ആ പാമ്പ് 2 മുട്ടയും വിഴുങ്ങി. അത് കഴിഞ്ഞ് വളരെ സന്തോഷത്തിൽ അതിന്റെ കൂട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ഡക്ക് പിന്നെ ഡ്രിക്ക് രണ്ടുപേരും അവരുടെ കൂട്ടിൽ ചെല്ലുമ്പോൾ പാമ്പ് ആ മുട്ട കഴിച്ച് പോയിരുന്നു. ഈ പാമ്പ് തീർച്ചയായും നമ്മൾ വെക്കുന്ന മുട്ടയെല്ലാം കഴിച്ചു തീർക്കും. അപ്പൊ അതിനർത്ഥം നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളുടെ മുഖം കാണില്ലേ? അത് കേട്ട് ഡക്കും ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ കണ്ണ് കഴുകിൽ പോയി. അതാ നദിയിലെ വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു. നീ വിഷമിക്കണ്ട. ഇത് തടയാൻ എന്റെ അടുത്തൊരാളുണ്ട്. അവർ ഉറപ്പായും നമ്മളെ സഹായിക്കും. അപ്പൊ ഡക്ക് കഴുകിനോട് പറഞ്ഞു, ഗരുഡനെ,
ഞങ്ങൾ വിളിക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഹാ, കേൾക്കുന്നു പറയ് ഡക്ക്. ഡക്ക് കഴുകിനോട് അതിന്റെ മുട്ട പിന്നെ നടന്നതെല്ലാം പറഞ്ഞു. അവരുടെ കഷ്ടം കേട്ട് കഴുകി ഇങ്ങനെ പറഞ്ഞു: പാമ്പിനെ കഴിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാ. അത് എവിടേക്ക് പോകണമോ അത് ഞാൻ അയക്കാം. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കഴുകൻ ചേർന്നൊരു പ്ലാൻ ഉണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ ഡ്രിക് വീണ്ടും 2 മുട്ട വച്ചു. ആ സമയത്ത് പാമ്പ് അവരെ നോക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ കൂട്ടിൽ പുല്ലൊക്കെ വെക്കുന്നുണ്ട്. അത് ഏതോ മൃഗം വന്ന് കഴിക്കാൻ വരുന്നു. അത് അറിയാതെ മുട്ടയും തിന്നുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കിന്ന് പുല്ലൊന്നും വെക്കണ്ട. അത് കേട്ട് പാമ്പ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഒളിപ്പിച്ചു വെച്ചിട്ട് പോയാലും തുറന്നു വെച്ചിട്ട് പോയാലും ആ മുട്ട എന്റെ വയറ്റിനുള്ളിലേക്കേ പോകൂ. ഡക്കും ട്രിക്കും ആ മുട്ടകൾ അങ്ങനെ തന്നെ വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഇന്നലെ ഒളിച്ചിരുന്ന അതേ സ്ഥലത്ത് അവർ ഒളിച്ചിരുന്നു. അവർ പ്ലാൻ ചെയ്ത പോലെ കഴുക അടുത്തിരുന്ന ഒരു മരത്തിൽ ഇരുന്നു കൊണ്ടേയിരുന്നു. ഞാനിതാ വരുന്നു എന്റെ രുചിയുള്ള മുട്ടകളെ. അങ്ങനെ പാടിക്കൊണ്ട് പാമ്പ് പുറത്തു വന്ന് ആ കൂട്ടിലേക്ക് ചെന്നു. അത് കൂടിന്റെ അടുത്തേക്ക് വന്നതും മരത്തിന്റെ മുകളിലുണ്ടായിരുന്ന കഴുക് വേഗം പറന്നെത്തി. പാമ്പ് മുട്ടകൾ കഴിക്കാൻ തല കുനിച്ചതും ആ കഴുക് അതിനെ പിടിച്ചു. കഴുക ആ പാമ്പിനെ കൊക്കുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ആകാശത്ത് അതിന്റെ ഒപ്പം പറന്നുപോയി. അയ്യോ, എന്നെ വിട്. ഇത് എവിടെ നിന്നും വന്നു? വിട്. അത് കേട്ട ആ കഴുക് സന്തോഷത്തോടെ ആ പാമ്പിനെ വിടാതെ പറന്നു. ഒരുപാട് നേരം പറന്നതിന് ശേഷം അതൊരു മലയ്ക്ക് മുകളിൽ ചെന്ന് നിന്നു. അവിടെ മുന്നേ 2 കഴുകുകൾ കാത്തുകൊണ്ടിരുന്നു. ആ കഴുക് ആ പാമ്പിനെ താഴെയിട്ടതും ആ 2 കഴുകും അതിന്റെ കൊക്കുപയോഗിച്ച് കൊത്തി കൊത്തി തിന്നു. അതിലത് ചത്തുപോയി. അങ്ങനെ ആ 3 കഴുകും ചേർന്ന് ആ പാമ്പിനെ ഭക്ഷണമാക്കി. ഇപ്പുറത്ത് ഡക്കും ട്രിക്കും അവരുടെ മുട്ടകൾ നന്നായിരിക്കുന്നത് കണ്ട് സന്തോഷിച്ചു. അവർ മനസ്സിനുള്ളിൽ കഴുകിന് നന്ദിയും പറഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞ് മുട്ടയ്ക്കുള്ളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്നു. അത് കഴിഞ്ഞ് ഡക്ക് പിന്നെ ഡ്രിക് അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്നു.